ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാജലക്ഷ്മീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റോട് കൂടിയ ഫ്രൂട്ട്സ് ബൗളിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ഈ ചാനലിൽ ഇപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇനി കൂടുതൽ സപ്പോർട്ടിൻ്റെ ആവശ്യമായിട്ടുണ്ട്. ഇത് റെഡിയാക്കാൻ ചെറിയ പുളിയുള്ള ഫ്രൂട്ട്സ് എടുക്കുന്നതാണ് നല്ലത്. പാഷൻ ഫ്രൂട്ട്, ബനാന, ഗ്രേപ്സ് ഇതുപോലുള്ളത്. ഇതിലേക്ക് 2 കപ്പ് യോഗട്ടാണ് എടുത്തത്. അത് ബോളിലിട്ടതിന് ശേഷം വിസ്ക് വെച്ച് നല്ലൊന്ന് മിക്സാക്കി എടുക്കണം ഇതുപോലെ. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ ഇടാം. ഇത് ഏകദേശം 1/2 കപ്പ് വരെയുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അസായി എന്ന പേരുള്ള ഒരു ബെറിയുടെ പൾപ്പ് ഫ്രോസൺ ആക്കിയതും ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിന് വേറെ അവൈലബിൾ ആയിട്ടുള്ള ഏത് പുളിയുള്ള ഫ്രൂട്ട്സും അതിൻ്റെ പൾപ്പും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിലോട്ട് ഇനി നമുക്ക് ഗ്രേപ്സ്, പാഷൻ ഫ്രൂട്ട് ഒക്കെ ഇടാം. ഗ്രേപ്സ് ഒരു 5-6 കട്ട് ചെയ്തതും, അതുപോലെ പാഷൻ ഫ്രൂട്ട് ഒരെണ്ണം. ഇത് റെഡിയാക്കാൻ ഗ്രീക്ക് യോഗട്ടും എടുക്കാവുന്നതാണ്. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിനി പാഷൻ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു കട്ട് ചെയ്ത പീസ് അതിലോട്ടിടാം. ഇതേപോലെ എല്ലാം എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ലഞ്ചിൻ്റെ ഓടൊപ്പം സൈഡായി കഴിക്കാനും നല്ല രുചികരമാണ്. ഇതിന് മുന്നേ യോഗട്ടും മാംഗോയും വെച്ചിട്ടുള്ള ലസ്സി കൂടാതെ കുൽഫി ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഈ ബെറി പൾപ്പിൻ്റെ പാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ അസായി സാധാരണയായി സ്മൂത്തി ആയോ ഗ്രനോള തുടങ്ങിയ ബൗളുകളിലാക്കിയോ ജ്യൂസ് രൂപത്തിലോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ മിക്സിയിൽ വെച്ച യോഗട്ട് ബൗളിലോട്ട് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. എല്ലാം അത് നമ്മൾ ഒഴിച്ച് അതിലോട്ട്. നമുക്കിനി ഇതിൻ്റെ ടോപ്പിങ്ങിൽ കുറച്ച് സ്ലൈസ് ചെയ്ത ബനാനയും അതുപോലെ തന്നെ കട്ട് ചെയ്ത ഗ്രേപ്സും ഒരു വലിയ സ്കൂപ്പ് ബെറി പൾപ്പും ഒക്കെ വെച്ച് കുറച്ച് ഹണിയും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇത് കഴിക്കുമ്പോൾ ഒന്ന് മിക്സാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.